ഹായ് ഹലോ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ലുക്ക് അറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസ്. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച് ആൻഡ് കോൾഡ് ഹെർ എച്ചുവാമ. വാട്ട് ഈസ് സ്പെഷ്യൽ എബൌട്ട് ദ അണ്ടർലൈൻ വേർഡ്? അല്ലെ, എച്ചുവമ്മ എന്നാണ് ഗ്രാൻഡ് മദറെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നത്. ഗ്രാൻഡ് മദർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ അണ്ടർലൈൻ ചെയ്തതിൻ്റെ വേർഡിൻ്റെ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ലെറ്റ് സി. ഗ്രാൻഡ് മദർ അല്ലേ. ഇനി ഗ്രാൻഡ് മദർ ചൂസ് ടു അപ്രോപ്രിയേറ്റ് പിക്ചർ ടു ഗെറ്റ് സിംഗിൾ മീനിങ് ഫുൾ വേർഡ് അല്ലേ. അവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ സൺഫ്ലവർ ആണ്. അതുപോലെ തന്നെ വേറെ എന്തെല്ലാം എഴുതാം? സണ്ണും ഫ്ലവറും കൂട്ടിയിട്ട് സൺഫ്ലവർ, സ്റ്റാറും ഫിഷും വെച്ചിട്ട് സ്റ്റാർ ഫിഷ് എന്ന് എഴുതാം, ഹാൻഡും ബാഗും വെച്ചിട്ട് ഹാൻഡ് ബാഗും എന്ന് എഴുതാം അല്ലേ. അപ്പോൾ മീനിങ് ആയിട്ട് ഈ പിക്ചർ തന്നിട്ട് അതിന് സിംഗിൾ ഒരർത്ഥം കിട്ടുന്ന മീനിങ് ആയിട്ടുള്ള വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രണ്ടെണ്ണമാണ് ഇവിടെ എഴുതിയത്, സ്റ്റാർ ഫിഷ് അതുപോലെ ഹാൻഡ് ബാഗ് എന്നുള്ളത് കൂട്ടിച്ചേർത്തപ്പോൾ ഹാൻഡ് ബാഗ് അല്ലേ. ഒരു അർത്ഥം കിട്ടി. ഒരർത്ഥം വരുന്ന രണ്ട് ചിത്രങ്ങൾ നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഗ്രാൻഡ് മദർ എന്നുള്ളത് ഗ്രാൻഡ് മദർ എന്ന് വന്നത് അല്ലേ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? സൺഫ്ലവർ, സണ്ണ്, ഫ്ലവർ അല്ലേ, സൺഫ്ലവർ, സ്റ്റാർ ഫിഷ്, സ്റ്റാർ ഫിഷ്, ഹാൻഡ് ബാഗ്, ഹാൻഡ് ബാഗ് അല്ലേ. ഈസി അല്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. റൈറ്റ് ദ ആൻസേഴ്സ് ആഫ്റ്റർ റീഡിങ് ദ ടെക്സ്റ്റ്. ഹൂ, വൈ, വാട്ട് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻസ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് അല്ലേ യൂസ് ചെയ്തിട്ട് ആൻസേഴ്സ് അല്ലേ, അത് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ എന്താണോ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്ന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വേർ ഡിഡ് പാറു ലീവ് അല്ലേ. ബ്രാക്കറ്റിൽ ഹൂ, വൈ, വാട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൂ ആര്, വൈ എന്തുകൊണ്ട്, വാട്ട് എന്താണ് അല്ലേ. അപ്പോൾ ഇവിടെ വേർ ഡിഡ് പാറു ലീവ്, എവിടെയാണ് പാറു ജീവിക്കുന്നത്? പാറു ലിവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ്. അതുപോലെ ഡാഷ് വാസ് പാറൂസ് റിയൽ നെയിം. വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം? പാറൂസ് റിയൽ നെയിം വാസ് പാർവതി. ഇനി അടുത്തത് ഹൂ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം അല്ലേ. ഹൂ ആരാണ്? ഗ്രാൻഡ്മ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. അടുത്തത് ഡാഷ് ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം എന്നുള്ളത് വൈ ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം? പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം ഫോർ സെർച്ചിങ് ഹെർ ഫാദർ അല്ലേ. അപ്പോൾ വാട്ട്, ഹൂ, വൈ എന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റ്യന് ഫില്ല് ചെയ്തു. അതിൻ്റെ ആൻസേഴ്സും നമ്മളിവിടെ എഴുതി അല്ലേ. എന്താണ് പാറുവിൻ്റെ ഒറിജിനൽ പേര്? പാറുവിൻ്റെ ഒറിജിനൽ പേര് പാർവതി എന്നാണ്. ആരാണ് പാറുവിനെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്? ഗ്രാൻഡ്മയാണ് അഡ്വൈസ് ചെയ്തത്. അടുത്തത് എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ച് പാറു പോയത് അല്ലേ. പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം ഫോർ സെർച്ചിങ് ഹെർ ഫാദർ അല്ലേ. അവൾ അച്ഛൻ വരുമെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ആക്ടിവിറ്റി 3 എന്താണ്? റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. 2 എക്സാമ്പിൾസ് ആർ ഡൺ ഫോർ യു അല്ലേ. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് കറക്റ്റായിട്ട് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വേർഡ്സിൻ്റെ കറക്റ്റ് ഫോം കണ്ടെത്തിയിട്ട് അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ജിമ്മി ആൻഡ് പിങ്കി വർ ഗുഡ് ഫ്രണ്ട്സ്. വൺ ഡേ ദേ വർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. ദേ ഹിയർഡ് എ സ്ക്വയറിങ് സൗണ്ട് ഫ്രം സംവേർ. ജിമ്മി ലുക്ക് എന്നുള്ളത് ലുക്ക്ഡ് ആയി അല്ലേ. He saw a squirrel greedily eating a ripe mango. Oh, ripe mangoes, Jimmy called out loudly. Pinky requested I Jimmy to get the right mangoes. Jimmy dash picked up some sharp stones from the ground and started throwing them up at the mangoes. A big ripe mango fell on the ground. Pinky and Jimmy ran fast to pick the mango. While running, Pinky pushed അല്ലേ. pushed Jimmy and snatched the mango. Poor Jimmy, he didn't get the mango. On seeing Jimmy's sad face, Pinky shared the mango with him.
അല്ലേ? ആ വേർഡിൻ്റെ ഇ ഡി ഫോമാണ് അല്ലേ? ഇ ഡി ഫോമാണ്. പിക്ക്ഡ്, ആദ്യം നമുക്ക് 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലുക്ക് എന്നുള്ളത് ലുക്ക്ഡ്, റിക്വസ്റ്റ് എന്നുള്ളത് റിക്വസ്റ്റഡ്. അപ്പോൾ പിക്ക് എന്നുള്ളത് എന്താവും? പിക്ക്ഡ് ആവും. സ്റ്റാർട്ട് എന്നുള്ളത് സ്റ്റാർട്ടഡ് ആവും. പുഷ് എന്നുള്ളത് എന്താവും? പുഷ്ഡ് ആവും. സ്നാച്ച് എന്നുള്ളത് സ്നാച്ച്ഡ് ആയി. ഷെയർ എന്നുള്ളത് ഷെയർഡ് എന്നായി അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? Activity 4 World Farmers Day 14th May has arrived. Paru thought I must surprise my grandma. A greeting card. Let's help Paru make the greeting card. അല്ലേ? ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. വേൾഡ് ഫാർമേഴ്സ് ഡേ ആണ് 14th May എന്ന് പറയുന്നത്. അപ്പോൾ പാറു വിചാരിച്ചു അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ അവളെ സഹായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല കാർഡൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട്, നിങ്ങൾ ആർട്ടിൻ്റെ ക്ലാസ്സിലൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ആ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി നല്ല ഫ്ലവറും ഒക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ട് അതിലുള്ള വേർഡ്സ് നമുക്ക് ആഡ് ചെയ്യാം. A farmer is a magician who produced money from the mud. അമിത് കൽദേരി അല്ലേ? ആരുടെയും വേർഡ്സ് നമുക്ക് എടുത്ത് എഴുതാം. എന്നിട്ട് എന്ത് എഴുതാം? ഹാപ്പി ഫാമേഴ്സ് ഡേ അല്ലേ? ഹാപ്പി ഫാമേഴ്സ് ഡേ, പ്രൗഡ് ടു ബി ദ സൺ ബ്രദർ ആൻഡ് അങ്കിൾ ടു ഗ്രേറ്റ് ഫാർമേഴ്സ് എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള കോഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ ആർട്ട് വർക്കിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ് പല കളേഴ്സ് ഉപയോഗിച്ചിട്ടും പല ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓരോ എന്താണ് ബട്ടർഫ്ലൈസ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് വരക്കാം. ഗ്രാൻഡ് മേയുടെയും പാറുവിൻ്റെയൊക്കെ പിക്ചേഴ്സ് വരച്ചിട്ട് ഗ്രീറ്റിംഗ് കാർഡിൽ ഈ കോഡ്സൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് കിട്ടും. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുമ്പോൾ എന്തായിരിക്കണം? അട്രാക്ഷൻ ആവണം അല്ലേ? ആ ഗ്രീറ്റിംഗ് കാർഡ് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. അങ്ങനെയുള്ള ഗ്രീറ്റിംഗ് കാർഡ് ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ വേർ ഇൻ ദെയർ പെഡി ഫീൽഡ് അല്ലേ? യു ഹാവ് സീൻ സച്ച് പെഡി ഫീൽഡ് ഹാവിൻ യു? നിങ്ങൾ കണ്ടിട്ടില്ലേ നെൽപ്പാടങ്ങളെ? ഡ്രോ എ പിക്ചർ ഓഫ് പെഡി ഫീൽഡ് ഇൻ യുവർ നോട്ട് ബുക്ക്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് ഇറ്റ്. ഒരു ഒരു നെൽപ്പാടം വരച്ചിട്ട് അതിനെക്കുറിച്ച് സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പെഡി ഫീൽഡ് ആർ ലാർജ് ഏരിയ ഓഫ് ലാൻഡ് വേർ റൈസ് ഈസ് ഗ്രോൺ. These fields are usually flooded with water, which helps the rice plants grow. Farmers plant rice seed in the field and take care of them until they are ready to harvest. Paddy field can be seen in many rural areas, especially during the rainy season. They look beautiful with green rice plants swaying in the wind. അല്ലേ? ഒരു മനോഹരമായിട്ടുള്ള ഒരു നെൽപ്പാടത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ? ലാർജ് ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ഫീൽഡായിരിക്കും അത് അല്ലേ? അവിടെ പച്ച നിറത്തിലുള്ള പുല്ലുകൾ, നെല്ലുകളും നെൽക്കതിരുകളും ഒക്കെ കാണാൻ കഴിയും. അവിടെ ഫാർമേഴ്സ് കർഷകർ എന്ത് ചെയ്യും? ആ റൈസിൻ്റെ സീഡ് പ്ലാന്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ? അത് ഒരുപാട് റൂറൽ ഏരിയയിലാണ് ഇങ്ങനെയുള്ള പെഡി ഫീൽഡ് അല്ലേ? ഇങ്ങനെയുള്ള ഫീൽഡ് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ഇനി ആക്ടിവിറ്റി 6 എന്താണ്? എച്ചുവമ്മ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ഗ്രീൻ പാഡി ഫീൽഡ് അല്ലേ? എച്ചുവമ്മ നല്ല മനോഹരമായിട്ടുള്ള ഗ്രീൻ പാഡി എന്താണ് ആസ്വദിച്ചു. ഷീ ഹെൽഡ് ദ ഗ്രീൻ പാഡി പ്ലാന്റ്സ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ് എ ബ്യൂട്ടിഫുൾ ഫോക്ക് സോങ് അല്ലേ? ആ ഗ്രീൻ എന്താണ് ഇതെടുത്ത് നെഞ്ഞത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു? നല്ലൊരു നാടൻ പാട്ട് പാടാൻ തുടങ്ങിയല്ലോ അല്ലേ? റീഡ് ദ സോങ് ആൻഡ് ദ മോർ ലൈൻസ് ടു ഇറ്റ്. അങ്ങനെയുള്ള ഒരു നാടൻ ഫോക്ക് സോങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പാടിയിട്ട് നിങ്ങളോട് അതിൽ വരികൾ കൂടുതൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി പ്ലവ് ദ സോയിൽ, ദ ടിൽ ദ സോയിൽ, വി സോ എ സീഡ്, വി സീ them grow, we are happy in this world, we are farmers on this land, we care the crops with our hands, we water them with love, we are happy in this world, we are farmers on this land, we harvest the fruits of our hard work, we share our products with others, we are happy in this world അല്ലേ? അങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫോക്ക് സോങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ലൈൻസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ വരികളെ ആഡ് ചെയ്തിട്ടുണ്ട്. വി കെയർ ദ ക്രോപ്പ് വിത്ത് അവർ ഹാൻഡ്സ്, വി വാട്ടർ ദം, വി ലവ് അല്ലേ? അതുപോലെ വി ഹാർവസ്റ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് അവർ ഹാർഡ് വർക്ക്, വി ഷെയർ അവർ പ്രോഡക്ട്സ്
വിത്ത് അതേഴ്സ് അല്ലേ, മനോഹരമായിട്ടുള്ള വരികളാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇതുപോലുള്ള വാക്കുകളൊക്കെ കാവ്യാത്മകമായിട്ട് ഉപയോഗിച്ചിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ഇത് മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പാടാനും പറ്റും. ഇനി ആക്ടിവിറ്റി 7 എന്താണ്? പ്രോഗ്രാം നോട്ടീസാണ്. ദ ഫാമേഴ്സ് ക്ലബ് ഓഫ് കനികന്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. ചിങ്ങം 1 മലയാള മാസമാണ് അല്ലേ, ചിങ്ങം 1. അന്ന് എന്ത് ചെയ്തു? ഫാർമേഴ്സ് ക്ലബ്ബ് ഫാർമേഴ്സ് ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. എവിടെയുള്ള? ക്ലബ് ഓഫ് കനികത്തൂർ ഗ്രാമപഞ്ചായത്ത് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് അല്ലേ. ലെറ്റ്സ് റീഡ് ദെയർ പ്രോഗ്രാം നോട്ടീസ്. അവരുടെ പ്രോഗ്രാം നോട്ടീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫാർമേഴ്സ് ക്ലബ് കനികത്തൂർ ഗ്രാമപഞ്ചായത്ത് ഫാർമേഴ്സ് ഡേ സെലിബ്രേഷൻ അല്ലേ. നോട്ടീസ്: ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് ഡിസൈഡ് ടു സെലിബ്രേറ്റ് ഫാർമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. ആസ് പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ വി വുഡ് ലൈക്ക് ടു ഹോണർ മിസ്സസ് ജാനകി അമ്മ ദ റെസിപ്പിയൻ്റ് ഓഫ് കർഷകശ്രീ അവാർഡ് 2024. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, വെന്യൂ സ്ഥലം കൊടുത്തിട്ടുണ്ട്, ഓൾ ആർ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ഥലവും ഡേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു നോട്ടീസിൻ്റെ ഫോമാണിത് അല്ലേ. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അല്ലേ. ഫാർമേഴ്സ് ക്ലബ്ബ് സ്ഥലം കൊടുത്തിട്ടുണ്ട്, എന്താണ് ആഘോഷിക്കുന്നത് അത് കൊടുത്തിട്ടുണ്ട്, നോട്ടീസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെന്താ ഒരു അഭിസംബോധന ചെയ്തിട്ടുണ്ട് അല്ലേ. ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ പ്രോഗ്രാം നടക്കുന്നത് എന്നാണ്, എവിടെ വെച്ചാണ് എന്ന്, അവിടെ ആരാണ് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റും സമയം കൊടുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള പ്രോഗ്രാംസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വെൽക്കം സ്പീച്ച് നടത്തുന്നത് ആരാണ്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തുന്നത് ആരാണ്, ടോക്കൺ ഓഫ് ലവ് ഓഫ് മിസ്സിസ് ജാനകി അമ്മ, ഫെലിസിലേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഇതൊക്കെ കൊടുത്തിട്ട് അവരുടെ ആ പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ സ്കൂളിലൊക്കെ പ്രോഗ്രാംസ് സെലിബ്രേഷനൊക്കെ നടക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോട്ടീസ് അച്ചടിച്ച് വരുന്നത് നിങ്ങളെ പാരൻസിനൊക്കെ നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നുണ്ടാവും അല്ലേ. സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലുള്ള പ്രോഗ്രാംസും നോട്ടീസൊക്കെ ഇതുപോലെ ആയിരിക്കും അല്ലേ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങളെ കയ്യിൽ നിങ്ങളെ സ്കൂളിൻ്റെ ആനുവൽ ഡേൻ്റെയോ എന്തെങ്കിലും സെലിബ്രേഷൻ്റെ നോട്ടീസൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ പ്രോഗ്രാംസൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു നോട്ടീസ് നോക്കിയാൽ ആ നോട്ടീസിൻ്റെ ഫോം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു നോട്ടീസും പ്രോഗ്രാംസും തന്നിട്ടുണ്ട്. ഇനി എന്താണ് നിങ്ങൾക്കുള്ള ചോദ്യം? നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ദ ഫാമേഴ്സ് ക്ലബ് ഇൻ യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദ സ്കൂൾ. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം അല്ലേ. അപ്പോൾ നിങ്ങളെ സ്കൂളിലുള്ള ഫാമേഴ്സ് ക്ലബ്ബ് ഇതുപോലെ ഡിസൈഡ് ചെയ്യുകയാണ് വെജിറ്റബിൾ ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് സ്കൂളിൻ്റെ ഒരു സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു നോട്ടീസ് ഒരു പ്രോഗ്രാമിൻ്റെ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഫാമേഴ്സ് ക്ലബ്ബ് ABC സ്കൂൾ പബ്ലിക് സ്കൂൾ. അവിടെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ പേര് കൊടുക്കാം. വെജിറ്റബിൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നോട്ടീസ്. ഡിയർ ഫ്രണ്ട്, ദ ഫാമേഴ്സ് ക്ലബ്ബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് vegetables grown in the vegetable garden of the school. We wholeheartedly invite all of the students, teachers, other staff members and parents to this beautiful events. എന്നിട്ട് ഡേറ്റ്, ടൈം, വെന്യൂ, സ്ഥലം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ സ്ഥലവും പ്ലേസും ഡേറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതുപോലെ കൺവീനിയർ എന്ന് പറഞ്ഞിട്ട് ദ ഫാമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാമും ഷെഡ്യൂൾ ചെയ്യണം. ഇനി ഇതിൽ പ്രോഗ്രാംസും കൂടി ആഡ് ചെയ്യണം. ഇവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രെയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇനാഗുറേഷന്, ഫെലിസിറ്റേഷന്, വോട്ട് ഓഫ് താങ്ക്സ്, നാഷണൽ ആന്തം അല്ലേ. അതൊക്കെ പ്രോഗ്രാംസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓൾ ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.